2025 ആദ്യ സിനിമയായിട്ട് നിവിൻ പോളി എത്തിയിരിക്കുകയാണ്. യെസ്, നിവിൻ പോളി തിരിച്ചു വന്നു. കുറെ നാള് ശേഷം നിവിൻ പോളിയുടെ ഒരു മികച്ച സിനിമ, ഫീൽ ഗുഡ് ഫാമിലി കോമഡി പടം. നിവിന്റെ സേഫ് സോണിൽ നിന്ന് പുള്ളി വൃത്തിയാവണം അത് ചെയ്തിട്ടുണ്ട്. അതെ, എല്ലാവരും വന്ന് കാണും കേട്ടോ, നല്ല പടം. അതല്ല എന്താണ് ഇഷ്ടപ്പെട്ട സിനിമ? ഇമോഷണലി നല്ല കണക്ട് ആവും, നല്ല പടമായിരുന്നു കേട്ടോ. അത് കേട്ടാ മതി ഞങ്ങൾക്ക്. മൊത്തത്തിൽ സിനിമ ഒരു ചിരിക്കബിൾ സുഖകരമായ സിനിമ എന്ന് പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഫാമിലി എന്റർടൈൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. നിവിന്റെ ഒരു കംഫർട്ട് സോൺ ആയിട്ടാണ് തോന്നിയത്. നല്ല ഫാമിലിക്കൊക്കെ ക്രിസ്മസിന് നല്ലോണം കാണാൻ പറ്റുന്ന ഒരു മൂവി. നമ്മൾ മലയാള സിനിമയിൽ കുറേ കാലങ്ങൾക്ക് മുമ്പ് കണ്ട് എവിടെയോ നിന്ന് പോയിട്ടുള്ള ഇല്ലത്തെ കുട്ടി എന്ന് പറയുന്ന ഒരു സംഭവത്തിലാണ് സിനിമ തുടങ്ങുന്നത്. കുറച്ചുകൂടി ഫുള്ളൊരു പോസിറ്റീവ് വൈബ്. സ്ഥിരം അഖിൽ സത്യന്റെ ഒരു സംഭവം തന്നെയാണോ? അങ്ങനെയല്ല, നമ്മൾ പ്രത്യേകിച്ച് നിവിൻ പോളിയുടെ പടം എന്ന് പറയുമ്പോൾ ഒരു കോമഡി വളരെ പുള്ളിക്ക് ഒരു കംഫർട്ട് ആയിട്ടുള്ള ഫാമിലി ഓഡിയൻസിനെ ടാർഗറ്റ് ഇറക്കിയ പടമാണല്ലേ? ആണ്, ഫാമിലി ഓഡിയൻസ് ആണ്, പക്കായിട്ട് ഫാമിലിക്ക് എല്ലാം ഇഷ്ടപ്പെടുന്ന സിനിമ ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നൊരു അനൂപ് സത്യനാന്തിക്കാട് സിനിമകളുടെ ഒരു ഫീൽനെസ് ഉണ്ടല്ലോ, ഒരു ഫ്രീ ഫീൽ, കൂൾ മൈൻഡ്. അത്യുഗ്രൻ സാർ, സൂപ്പർ സാർ, സൂപ്പർ സാർ. ആ രീതി തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പടം നൈസായിട്ട് വർക്കായി, സിമ്പിൾ വർക്കാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ഒരു ചേട്ടൻ ഇങ്ങനെ ആയിരിക്കണം എന്ന് നമുക്ക് പറയാൻ തോന്നുന്ന പോലെ അത്രയും സ്നേഹമുള്ള, അത്രയും അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള നല്ല രസമുള്ളൊരു ചക്കര ചേട്ടൻ. നിവിൻ പോളിയെ കാണാൻ മലയാളികൾ എങ്ങനെ ആഗ്രഹിക്കുന്നു അതെല്ലാം ഇവിടെ കിട്ടും. അതായത് കുറെ വിന്റേജ് നിവിൻ പോളി എന്ന് വേണം പറയാൻ. അജു വർഗീസ് നിവിൻ പോളി കോംബോ എല്ലാം തകർത്തിട്ടുണ്ട്. കോമഡി ഇമോഷണൽ വർക്കായി, കൊള്ളാം.